ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോടക്കം വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുള്ളത് 466/R/2025/KDRB. വിജ്ഞാപന തീയതി 29/3/2025 വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. 2 ഒഴിവുകളാണ് ഉള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് അപേക്ഷകളൊക്കെ ക്ഷണിച്ചിട്ടുള്ളത്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.government.in പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കാറ്റഗറി നമ്പർ വർഷം കൊടുത്തിട്ടുണ്ട് 031/2025. തസ്തികയുടെ പേര് ഓഫീസ് അറ്റൻഡൻറ്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ശമ്പള സ്കെയിൽ 3000 മുതൽ 50,200 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത. അതോടൊപ്പം തന്നെ സ്കിൽസ് മറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 2 പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുണ്ട് 300 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. SC/ST വിഭാഗം 150 രൂപ, OBC വിഭാഗം 300 രൂപ, EWC വിഭാഗം 300 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വരുമാനം ഇത്രയാവണം, ഒരു കുടുംബത്തിന് ഇത്രയധികം വരുമാനം മേലുള്ള കുടുംബത്തിന് ഈ പോസ്റ്റിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗവൺമെൻറ് ജോബ്സിലൊക്കെ പെർമനൻ്റ് ആയുള്ളവർക്കൊന്നും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അപേക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക. പിന്നെ അപേക്ഷ അയക്കേണ്ട വിധം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് www.kdrb.kerala.government.in ആണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.